ഹലോ നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സബ്സ്ക്രൈബർ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടാണ് കേട്ടോ. സബ്സ്ക്രൈബർ ചോദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഇയർ കഴിഞ്ഞിട്ട് എക്സാം പാസ്സായതിനു ശേഷം 3 ഇയർ കഴിഞ്ഞിട്ട് എലിജിബിലിറ്റിക്ക് എടുക്കാൻ ശ്രമിച്ച എലിജിബിലിറ്റി കിട്ടുമോ, അതിന് എക്സ്പയർ ആയി പോകുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എലിജിബിലിറ്റി എടുക്കാനായിട്ട് ഒരു ക്രൈറ്റീരിയയും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ മോർ ദാൻ 1 ഇയർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്തുകൊണ്ട് അത്രയും ഗ്യാപ്പ് വന്നു എന്നുള്ളതിനുള്ള ഒരു പ്രൂഫ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതെന്തൊക്കെയാന്നുള്ളത് നോക്കാം. അപ്പൊ എന്തൊക്കെ പ്രൂഫാണ് വേണ്ടത് എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്തുകൊണ്ട് അത്രയും ഗ്യാപ്പ് വന്നു അതായത് അത്രയും ഗ്യാപ്പ് വന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് നികത്താനായിട്ട് അപ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത്, അതായത് നമുക്ക് അവിടെ എന്തുകൊണ്ട് ഇത്രയും ഗ്യാപ്പ് എലിജിബിലിറ്റി എടുക്കാനായിട്ട് ഇത്രയും ഗ്യാപ്പ് വന്നു എന്നുള്ളതിനുള്ള ഒരു നിങ്ങൾ കോഴ്സ് പഠിച്ചതാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ വല്ല എഡ്യൂക്കേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം, അവർ ചോദിക്കും. അപ്പോൾ നമ്മൾ വൺസ് എലിജിബിലിറ്റിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഡാറ്റ ഫ്ലോയും കാര്യങ്ങളൊക്കെ വെരിഫിക്കേഷന് കൊടുത്ത് നിങ്ങൾ ഓൾറെഡി ഡാറ്റ ഫ്ലോ ഉണ്ടെങ്കിൽ ആ ഉള്ള ഡാറ്റ ഫ്ലോ വെച്ച് ഇതാക്കുവാണെങ്കിൽ പോലും ഡാറ്റ ഫ്ലോ നമുക്ക് വീണ്ടും സബ്മിറ്റ് ചെയ്യേണ്ട വരും, അതായത് വീണ്ടും ഫ്ലോ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഡാറ്റ ഫ്ലോയുടെ സമയത്ത് നമുക്ക് ആ ഒരു 3 ഇയറിന്റെ ഗ്യാപ്പ് എന്താണെന്നുള്ളതിനുള്ള ഒരു സർട്ടിഫിക്കറ്റ് പ്രൂഫ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡാറ്റ ഫ്ലോ കിട്ടത്തുള്ളൂ. ഡാറ്റ ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എലിജിബിലിറ്റി കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 1 പാസ്സായതിനു ശേഷം നിങ്ങൾ ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യണ സമയത്ത് അല്ല, വൺസ് ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ 3 ഇയർ ആയിട്ടാണ് അപ്ലൈ ചെയ്യാണ്ടിരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യണം, ആ 3 ഇയറിന്റെ എന്തെങ്കിലും ഒരു പ്രൂഫ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. അല്ലെങ്കിൽ നമുക്കത് റിജക്ഷൻ ആയിട്ട് തന്നെ വരുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബർ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ എക്സാം പാസ്സായതിനു ശേഷം 3 ഇയർ കഴിഞ്ഞിട്ട് എലിജിബിലിറ്റി എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റും, പക്ഷെ ഈ ഒരു മാനദണ്ഡം ഉണ്ട് കേട്ടോ. അപ്പൊ ഇത്രയുള്ള സബ്സ്ക്രൈബറുടെ ക്വസ്റ്റ്യൻ ആൻസർ. ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.